വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. എയിംസിന് സാധ്യതയുള്ളത് ആലപ്പുഴയിലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആലപ്പുഴയിൽ വേണമെന്ന് കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ കത്തെഴുതി നൽകിയാൽ എയിംസ് സാധ്യമാകും. തന്റെ മണ്ഡലമായ തൃശ്ശൂരിന് വേണമെന്ന് താൻ ഒരിക്കലും വാശി പിടിക്കില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ഏതൊരു ജനപ്രതിനിധിയും ആദ്യം വാശി പിടിക്കുക തൻ്റെ മണ്ഡലത്തിലാണ്, അത് വേണം, അത് ആ രീതിയിൽ തന്നെയായിരിക്കും. പക്ഷേ സുരേഷ് ഗോപി എന്ന ജനകീയ നേതാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ കാര്യം കേരളത്തിൽ കിട്ടണം, കേരളത്തിന് വികസനത്തിന് എയിംസ് അനിവാര്യമാണ്. അത്തരത്തിൽ ആത്മാർത്ഥമായൊരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതികരണങ്ങൾ? ഇതിന് കലിംഗ സൗഹൃദ വികസന സംവാദം എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവാദ പരിപാടി. അതായത് കേന്ദ്രമന്ത്രി ഈ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ട്, സാധാരണക്കാരുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന, അതായത് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, വികസന പോരായ്മകൾ എവിടേക്കാണെന്ന് ചോദിച്ചറിയുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് വേദി ഒരുക്കിയ ഒരു സംവാദ വേദിയിലാണ് സുരേഷ് ഗോപിയുടെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അതായത് കേന്ദ്രം എയിംസ് തരാൻ തയ്യാറാണ്, അത് ആലപ്പുഴയിലായിരിക്കും അത് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ആലപ്പുഴയാണ് അതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി അതിനൊപ്പം കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്. സംസ്ഥാന സർക്കാർ വേണമെന്നാവശ്യപ്പെട്ടാൽ, കത്ത് എഴുതി ആവശ്യപ്പെട്ടാൽ അത് ഉടൻ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതപ്പോൾ കേന്ദ്രം കേരളത്തിന് എയിംസ് കൊടുക്കാൻ തയ്യാറാണെന്നും അത് സംസ്ഥാന സർക്കാരിന് തയ്യാറാവണം, അതായത് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് കൃത്യമായിട്ടൊരു സ്ഥലം കണ്ടെത്തി ആലപ്പുഴ പോലൊരു നല്ല, അതായത് ഭൂപ്രകൃതി ഉള്ള ഭൂപ്രദേശമുള്ള പ്രദേശം, അതായത് വിശാലമായിട്ടൊരു സ്ഥലം കണ്ടെത്താനായിട്ട് സാധിച്ചാൽ അവിടെ എയിംസ് നൽകാൻ കേന്ദ്ര സർക്കാർ ഒരുക്കമാണ്. ഒപ്പം തന്നെ അത് തയ്യാറായില്ലെങ്കിൽ തനിക്കത് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരേണ്ടി വരും, അതിനുവേണ്ടി താൻ വാശി പിടിക്കും, അതൊരു സമരം കൂടിയായിരിക്കുമെന്ന് കൂടി സുരേഷ് ഗോപി പറഞ്ഞു വെക്കുകയാണ്. അതായത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കേൾക്കാറുള്ളതാണ്, ബഡ്ജറ്റുകളിലടക്കം നമ്മൾ കേൾക്കാറുള്ളതാണ്, കേരളത്തിന് എയിംസ് ലഭിക്കുന്നില്ല, കേരളത്തിന് എയിംസ് നൽകുന്നില്ല എന്ന തരത്തിൽ ഇടത് വലത് മുന്നണികളുടെ ഭാഗത്ത് നിന്ന് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വരാറുണ്ട്. ആ ഒരു ആക്ഷേപങ്ങളുടെ കടകം വെട്ടുന്ന ഒരു നിർദ്ദേശമാണ്. അതായത് കേന്ദ്രം എയിംസ് കൊടുക്കാൻ തയ്യാറാണ്, കേരളം ആവശ്യപ്പെടുന്നില്ല, കൃത്യമായിട്ട് കേരളം ആവശ്യപ്പെട്ടാൽ അത് തരാൻ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിൽ അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. യെസ്, അതായത് ഇതിന് ആത്മാർത്ഥമായ ഒരു സമീപനം ഇനി എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്, അല്ലേ? ഭാഗത്ത് നിന്ന് അതിനൊരു ശ്രമം, ആത്മാർത്ഥമായിട്ടൊരു ശ്രമം ഉണ്ടായാൽ അത് അധികം വൈകാതെ തന്നെ നടക്കും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ആലപ്പുഴയിൽ, അതായത് സാധാരണ നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്റെ മണ്ഡലത്തിൽ വേണം എന്ന് വാശി പിടിക്കുന്നവരാണ് സാധാരണ ജനപ്രതിനിധികളൊക്കെ. എന്നാൽ അങ്ങനെയല്ല, വിശാലമായിട്ടുള്ളൊരു കേരളത്തിന്റെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടി മുൻനിർത്തിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായത്. തൃശ്ശൂരിനല്ല, അത് ആലപ്പുഴയിൽ വരുന്നതായിരിക്കും ഗുണകരം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, കച്ചവട താല്പര്യത്തിൽ ആലപ്പുഴയിൽ എയിംസ് സാധ്യത അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അത് താൻ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുമെന്നും കൂടി പറഞ്ഞു വെക്കുന്നു. ഈ കരിമണലുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്തായാലും ആലപ്പുഴയിൽ വരാനായിട്ട് സാധ്യതയുണ്ട്, അതിന് സംസ്ഥാന സർക്കാർ കൂടി തയ്യാറാവണമെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞതിന്റെ സാരാംശം. കൃത്യമാണ് നിലപാട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വളരെ പ്രസക്തമായ നിലപാടാണ് പ്രേക്ഷകരുമായി സാനു പങ്കുവച്ചത്.